ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവൻ ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനു വേണ്ടി അവനെ തിക്കിക്കൊണ്ട് ഇരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിൽ ഉള്ളതായ കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നിട്ട് പടക് 2 മുങ്ങുമാറാവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുക്രിസ്തുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. യേശു ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല തരത്തിലുള്ളത് കാണാൻ കഴിയും. ഒരു കൂട്ടം പ്രകൃതിയെ സംബന്ധിച്ചുള്ളതായ അത്ഭുതങ്ങൾ, 2 ശാരീരികമായിട്ടുള്ളതായ അത്ഭുതങ്ങൾ, 3 ആത്മീയത സംബന്ധിച്ചുള്ള അത്ഭുതങ്ങൾ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ സംബന്ധിച്ചുള്ള അത്ഭുതങ്ങളാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഗെന്നസരത്ത് എന്ന തടാകത്തിന്റെ തീരത്തിൽ അവൻ നിൽക്കുകയാണ്. ഇപ്പോൾ യേശു കർത്താവ് എവിടെയാണ് നിൽക്കുന്നത്? ഗെന്നസരത്ത് എന്ന തടാകത്തിന്റെ തീരത്താണ്. ദയവിച്ചത് ശ്രദ്ധിക്കുക. നിങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ചെയ്തതായ ശുശ്രൂഷകളിൽ കൂടുതൽ ശതമാനവും ഗലീലിയ പ്രദേശങ്ങളിലാണ് നടന്നിരിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നു. ഗലീലിയ സമുദ്രമെന്ന് പറയുമ്പോൾ, തിബെരിയാസ് കടലെന്ന് പറയുമ്പോൾ, ഗെന്നേസരത്ത് തടാകം അല്ലെങ്കിൽ കിന്നേസരത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇവയെല്ലാം ഒരേ സമുദ്രത്തിൻ്റെ തന്നെ പല പേരുകളാണ്. ഈ സമുദ്രം ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 53 കിലോമീറ്ററാണ്. ഗലീലിയ സമുദ്രത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 53 കിലോമീറ്ററാണ്. അതായത് ഈ വശത്ത് നിന്ന് നിങ്ങൾ യാത്ര ചെയ്ത് ആ സമുദ്രം ചുറ്റി സഞ്ചരിച്ച് വരികയാണെങ്കിൽ എത്ര കിലോമീറ്റർ ആകും? 53 കിലോമീറ്റർ. അതുപോലെ ആ സമുദ്രത്തിൻ്റെ ആഴം 43 മീറ്ററും അതിൻ്റെ വീതി 13 കിലോമീറ്ററാണ്. ആ സമുദ്രത്തിൻ്റെ ചുറ്റും ഗ്രാമങ്ങളും പട്ടണങ്ങളുമൊക്കെ ഉണ്ട്, ഇപ്പോഴുമുണ്ട്. ഇവിടെ കാണുന്ന പട്ടണത്തിൻ്റെ പേര് തിബെരിയാസ് എന്നാണ്. തിബെരിയാസ് എന്ന പട്ടണമുണ്ട്. അവിടുത്തുകാരെന്ത് പറയും? ഇത് തിബെരിയാസ് കടലെന്ന് പറയും. ഇവിടെ ഗലീലിയ പ്രദേശമാണുള്ളത്. അവിടുത്തുകാരെന്ത് പറയും? ഇത് ഗലീലിയ സമുദ്രമെന്ന് പറയും. മറ്റൊരു വശത്ത് ഗെന്നേസരത്ത് എന്ന പ്രദേശമാണ് ഉള്ളത്. അവരെന്ത് വിളിച്ചു? ഇത് ഗെന്നേസരത്ത് അല്ലെങ്കിൽ കിന്നേസരത്ത് സമുദ്രമെന്ന് വിളിച്ചു. അതാത് ദേശത്തുള്ളതായ ആളുകൾ ആ സമുദ്രത്തെ ആ ദേശത്തിൻ്റെ പേര് ചേർത്താണ് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബൈബിളിൽ തിബെരിയാസ് കടലെന്ന് കാണുമ്പോൾ, ഗെന്നേസരത്തെന്ന് കാണുമ്പോഴും, ഗലീലിയ കടലെന്ന് കാണുമ്പോഴും, കിന്നേസരത്തെന്ന് കാണുമ്പോഴും ഇവയെല്ലാം തന്നെ ഒരു സമുദ്രത്തിൻ്റെ പേരുകളാണ്. അത് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം നിങ്ങൾ സുവിശേഷം ധ്യാനിക്കുന്നതായ സമയത്ത്. ശരി, ഇപ്പോഴവിടെ നടക്കുന്നത് എന്താണ്? ഗലീലിയ സമുദ്രത്തിൻ്റെ തീരത്ത് യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ഗലീലിയ സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ വെള്ളം ശുദ്ധമായ വെള്ളമാണ്. സമുദ്രത്തിലെ വെള്ളം കുടിക്കാനായിട്ട് കഴിയുമോ? സമുദ്രത്തിലെ ജലം കുടിക്കാനായിട്ട് ഉപയോഗിക്കുകയില്ല. എന്നാൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ ഗലീലയിലുള്ളതായ സമുദ്രത്തിലെ വെള്ളം അത് കുടിക്കുന്നതാണ്. ലോകത്തിലുള്ള ഒരേയൊരു സമുദ്രം, അതായത് കുടിക്കുവാൻ അതിലെ വെള്ളം ഉപയോഗിക്കുന്ന സമുദ്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗലീലയിലെ സമുദ്രമാണ് എന്ന് കാണാൻ കഴിയും.
ആ ഗലീലിയ സമുദ്രത്തിലെ വെള്ളം കൊണ്ടാണ് ഇസ്രായേൽ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളതായ അധിക ശതമാനം വെള്ളവും ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗലീലിയ സമുദ്രത്തിലെ വെള്ളം കുടിക്കുവാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് ഗലീലിയ സമുദ്രത്തിനെ കുറിച്ചുള്ളതായ ഒരു ചെറിയ വിവരണം തരാം. ഗലീലിയ സമുദ്രത്തിന്റെ താഴ്ഭാഗത്ത് ചാവുകടൽ കാണുവാൻ കഴിയും. യെസ്, ഇത് നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ മുകളിൽ കാണുന്നതായ സമുദ്രം അതാണ് ഗലീലിയ സമുദ്രം. താഴ്ഭാഗത്ത് കാണുന്നതായ സമുദ്രമാണ് ചാവുകടൽ, ഡെഡ് സീ. ഇപ്പോൾ മുകളിൽ നിന്നും ഒരു നീല കളറിൽ ഒരു ലൈൻ താഴോട്ട് വരച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ആ നീല കളറിൽ കാണുന്നതായ ഭാഗമാണ് യോർദാൻ നദി. യോർദാനിലെ വെള്ളം ഒഴുകി നിങ്ങൾ മുകളിൽ കാണുന്നതായ ഗലീലിയ സമുദ്രത്തിലേക്ക് ചെന്നെത്തും. ഗലീലിയ സമുദ്രത്തിലേക്ക് യോർദാൻ നദിയിലെ വെള്ളം കടന്നു വരുമ്പോൾ ഞാനിപ്പോൾ ചോദിക്കട്ടെ, നദിയിലെ വെള്ളം കുടിക്കാൻ കഴിയുമോ ഇല്ലയോ? പറയുക. അരുവിലെ വെള്ളവും നദിയിലെ വെള്ളവുമൊക്കെ കുടിച്ചതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നദിയിലെയും അരുവിലെയും ഒക്കെ വെള്ളം കുടിച്ച ആളുകൾ എത്ര പേരുണ്ട്? യെസ്, നമുക്കറിയാം. നമ്മുടെ പട്ടണങ്ങളിൽ കിട്ടുന്നതായ വെള്ളം അത് നദികളിൽ നിന്ന് കടന്നു വരുന്ന വെള്ളമാണ്. മനസ്സിലാകുന്നുണ്ടോ? മഴ മൂലം ലഭിക്കുന്നതായ വെള്ളമാണ്. മഴ മൂലം നദികളിൽ കൂടി വെള്ളമൊഴുകി അത് പിന്നീട് കനാലുകളായിട്ട് ഡിവൈഡായിട്ട് ഓരോ ദേശത്തിലേക്ക് വെള്ളം എത്തിച്ചേരുവാൻ സഹായിക്കുന്നു. റൈറ്റ്. ഇപ്പോൾ യോർദാൻ എന്ന നദി അത് ഒഴുകി എന്താണ് സംഭവിക്കുന്നത്? ഗലീലിയ സമുദ്രത്തിലേക്ക് എത്തുന്നു. ഗലീലിയ സമുദ്രത്തിലേക്ക് ഏത് വെള്ളമാണ് വരുന്നത്? യോർദാൻ നദിയിലെ വെള്ളം വരും. യോർദാനിലെ വെള്ളം എങ്ങനെയുള്ളതാണ്? മഴ പെയ്ത് ലഭിക്കുന്നതായ വെള്ളം ഉറവയായിട്ട് നദിയായിട്ട് ഒഴുകി ഗലീലിയ സമുദ്രത്തിലേക്ക് വരുന്നു. ഗലീലിയ സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്നും യോർദാൻ നദിയിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട്. യോർദാൻ നദിയിലെ വെള്ളം ശുദ്ധജലമാണ്. ശുദ്ധജലം ആ ഗലീലിയ സമുദ്രത്തിലേക്ക് വന്നിട്ട് മറ്റൊരു വശത്തു നിന്നും ആ വെള്ളം പുറത്തേക്ക് പോകുന്നു. ഒരു വശത്തുനിന്ന് വെള്ളം എടുക്കുകയും മറുവശത്തു നിന്ന് അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ ഒരു വശത്തു നിന്ന് വെള്ളം ഒഴുകി വരികയും മറുവശത്തു നിന്ന് ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. ഒഴുക്കുവെള്ളത്തിൽ അഴുക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഒഴുക്കുവെള്ളത്തിൽ അഴുക്കുണ്ടാകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മുകളിൽ നിന്നുള്ള യോർദാനിലെ ശുദ്ധജലം ഗലീലിയ സമുദ്രത്തിലേക്ക് വരുമ്പോൾ ഗലീലിയ സമുദ്രം അത് പിടിച്ചു വയ്ക്കുന്നില്ല. അതിലേക്ക് വീഴുന്നതായ ശുദ്ധജലത്തെ അതവിടെ തടഞ്ഞു നിർത്താതെ മറ്റൊരു വശത്തുകൂടി ഒഴുക്കി പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഒഴുക്കി വിടുന്നതുകൊണ്ട് ഗലീലിയ സമുദ്രമുണ്ടല്ലോ, മുകളിൽ നിന്ന് യോർദാനിലെ വെള്ളം അതിലേക്ക് വരുമല്ലോ. അപ്പോൾ ആ ഗലീലിയ സമുദ്രം എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നിറഞ്ഞ് കവിയുന്നതായ ആ വെള്ളത്തെ മുഴുവനും അത് മറുവശത്തുകൂടി ഒഴുക്കി വിടുന്നു. അങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ വീണ്ടും അത് യോർദാൻ നദിയായിട്ട് പ്രവഹിച്ച് താഴെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അതാണ് യോർദാൻ നദി. ആ നദി പ്രവഹിച്ച് എവിടേക്കാണ് വരുന്നത്? ഡെഡ് സീ. അത് ചാവുകടലാണ്. ചാവുകടലിലേക്ക് യോർദാൻ നദി ഒഴുകി വരുന്നു. സാധാരണമായിട്ട് പാലസ്തീനിൽ 2 സമുദ്രങ്ങൾ കാണാൻ കഴിയും. ഒന്നാമതായി ഗലീലിയ സമുദ്രം, രണ്ടാമതായി ചാവുകടൽ. ഇവയ്ക്ക് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗലീലിയ സമുദ്രത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ട്, നല്ല ശ്രേഷ്ഠമായ മത്സ്യങ്ങൾ ഉണ്ട്. ഗലീലിയ സമുദ്രത്തിൻ്റെ തീരത്ത് നിറയെ വൃക്ഷങ്ങളുണ്ട്, നല്ല പച്ചപ്പ് അവിടെയുണ്ട്. ഗലീലിയ സമുദ്രത്തിൻ്റെ ചുറ്റും ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, വൃക്ഷങ്ങളിൽ നിറയെ പക്ഷികൾ ഉണ്ട്. ആ ഗലീലിയ സമുദ്രത്തെ ആധാരമാക്കിക്കൊണ്ട് അവിടെ ആയിരക്കണക്കിന് മീൻപിടുത്തക്കാർ അവരുടെ കുടുംബത്തെ പാലിക്കുന്നുണ്ട്. അതേസമയത്ത് ഗലീലിയ സമുദ്രത്തിലെ വെള്ളമാണ് ആ ദേശത്തവർ കുടിക്കുന്നത്, അവർക്ക് ആശ്രയം. ഗലീലിയ സമുദ്രത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വശത്തു നിന്നത് വെള്ളം സ്വീകരിക്കുന്നു, മറുവശത്തുകൂടി വെള്ളം ഒഴുക്കുകയും ചെയ്യുന്നു. മറച്ചു വയ്ക്കുന്നതായ മനസ്സ് അല്ല ഗലീലിയ സമുദ്രത്തിന് ഉള്ളത്. ദയവിച്ചത് ശ്രദ്ധിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചെടുക്കണം, മറുവശത്തുകൂടി ആ അനുഗ്രഹത്തെ പങ്കുവയ്ക്കണം. ഒരു മാവ് എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ആ സൃഷ്ടിപ്പിനെ മനസ്സിലാക്കുന്നു. അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്.
ദൈവം കൊടുത്തിരിക്കുന്ന ഫലങ്ങൾ അതിൽ കായ്ക്കുന്നു. എന്നാൽ ഒരു ഫലം പോലും മറച്ചുവെക്കാതെ മാവ് എന്താണ് ചെയ്യുന്നത്? എല്ലാ ഫലങ്ങളും കടന്നുവരുന്ന ഓരോ വ്യക്തികൾക്കും, പറിക്കുന്ന ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നു. ഒരു ഫലം പോലും ആ മാവ് ഒളിച്ചു വയ്ക്കുക ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ദൈവം നൽകുന്നതായ നന്മകളെ പങ്കുവയ്ക്കുകയാണെങ്കിൽ നമ്മൾ പച്ചപ്പ് നിറഞ്ഞവരായിരിക്കും. വീണ്ടും പറയട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കേവലം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന വാസ്തവം നിങ്ങൾ മറക്കരുത്. ഗലീലിയ സമുദ്രം അതിലേക്ക് ഒഴുകി വരുന്നതായ വെള്ളത്തെ മറച്ചു വയ്ക്കുന്നില്ല. എന്തു ചെയ്തു? വീണ്ടും മറുവശത്ത് നിന്നത് ഒഴുക്കിക്കളയുന്നു. അതുകൊണ്ടത് ജീവനുള്ളതായ സമുദ്രമായിട്ട് വിളിക്കപ്പെടുന്നു. അതുമാത്രമല്ല, അത് ശുദ്ധജലമുള്ളതായ സമുദ്രമായും വിളിക്കപ്പെടുന്നു. ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ശുദ്ധജലം നൽകുന്നതായ സമുദ്രം ഗലീലിയ സമുദ്രം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്തു നിന്നും ശുദ്ധജലം നൽകുന്നതായ യോർദാൻ നദി അതിലേക്ക് വന്ന് പതിക്കുന്നു. ഗലീലിയ സമുദ്രം മുഴുവൻ യോർദാൻ നദി കൊണ്ട് നിറഞ്ഞിരിക്കും. ആ ഗലീലിയ സമുദ്രം പൂർണ്ണമായിട്ടും നിറഞ്ഞതിന് ശേഷം മറുവശത്തു നിന്നും ആ വെള്ളത്തെ പുറത്തേക്ക് വിടുന്നു. അതിൻ്റെ ഫലമായി ഗലീലിയ സമുദ്രത്തിൽ നിന്നും താഴേക്ക് 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 യോർദാൻ നദി ഒഴുകി ഒഴുകി എവിടേക്കാണത് ചേരുന്നത്? ചാവുകടലിലേക്കത് ചേരുന്നു. ചാവുകടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യോർദാൻ നദിയിലെ വെള്ളമെല്ലാം അത് സ്വീകരിക്കുമെന്നാൽ എവിടേക്കും അത് ഒഴുക്കിക്കളയില്ല. അതിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കും, വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. യോർദാൻ നദിയിലെ വെള്ളം പ്രവഹിച്ച് പ്രവഹിച്ച് ചാവുകടലിലേക്ക് എത്തുന്നു. എന്നാൽ ചാവുകടൽ എന്താണ് ചെയ്യുന്നത്? യോർദാനിലെ നല്ല വെള്ളം സ്വീകരിക്കുന്നു, എന്നാൽ എവിടേക്കും അല്പം പോലും വെള്ളം ഒഴുക്കിക്കളയാതെ തടഞ്ഞു നിർത്തുന്നു. ഫലമായി മരണം. ചാവുകടലിൽ ഒരു മത്സ്യത്തെപ്പോലും കാണാൻ കഴിയില്ല. ചാവുകടലിൽ ഒരു മത്സ്യം പോലും കാണില്ല. വിചിത്രമല്ലേ? ഈ ലോകത്തിൽ ഒരു മത്സ്യം പോലും ഇല്ലാത്തതായ ഒരു കടൽ ഏതാണെന്ന് നോക്കുമ്പോൾ അതും എവിടെയാണുള്ളത്? ഇസ്രായേൽ ദേശത്ത് തന്നെയാണുള്ളത്. അതിൻ്റെ പേരെന്താണ്? ഡെഡ് സീ. ഡെഡ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയത്. ചാവുകടൽ, അതായത് ജീവൻ എന്നത് ആ സമുദ്രത്തിൽ കാണില്ല. എന്നാൽ അതിലേക്ക് വെള്ളം എവിടെ നിന്ന് വരുന്നു? യോർദാനിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ സ്വഭാവം എന്താണ്? വെള്ളം അതിലേക്ക് സ്വീകരിക്കുന്നു, എന്നാൽ ആർക്കും ആ വെള്ളം പങ്കുവയ്ക്കുക ഇല്ല. സഹോദര സഹോദരി, ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ദൈവസന്നിധിയിൽ നിന്നും നീ നന്മകൾ പ്രാപിച്ചെടുത്ത് അത് മറച്ചുവെക്കാതെ പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് നിനക്ക് സമൃദ്ധിയായി ജീവിക്കാൻ കഴിയുന്നത്, അനേകം ആളുകൾക്ക് അനുഗ്രഹ വിഷയമായി മാറാൻ കഴിയുന്നത്. എന്നാൽ ഏത് വ്യക്തിയാണോ ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ പ്രാപിച്ചെടുത്തിട്ട് താൻ തന്നെ അനുഭവിച്ച് താനത് മറച്ചുവെക്കുകയാണെങ്കിൽ അയാൾ ആത്മീയമായിട്ട് മരിച്ചവനാകും. ഈ വിഷയം മറക്കരുത്. പങ്കുവയ്ക്കുന്ന സ്വഭാവമാണ് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഒരു ബാലൻ നോക്കുക, എൻ്റെ കൈകളിലേക്ക് 5 അപ്പവും 2 മീനും തന്നിരിക്കുന്നു, ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിച്ചോ? ഇല്ല. അവനെന്താണ് ചെയ്തത്? ആ 5 അപ്പത്തെയും 2 മീനിനെയും വാഴ്ത്തി അനുഗ്രഹിച്ച് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ അവൻ ജീവനുള്ളവനായ ദൈവമാകൊണ്ട് പങ്കുവെച്ചു. ചാവുകടലിന് പങ്കുവയ്ക്കാൻ കഴിയുകയില്ല. ആർക്കും പങ്കുവയ്ക്കുവാൻ കഴിയില്ല. ഈ ദിവസം നമ്മളിൽ ചാവുകടലിന് ഉള്ളതായ സ്വഭാവങ്ങളുള്ളവരുണ്ടോ? ദൈവം നമുക്ക് എന്തെങ്കിലും അനുഗ്രഹത്തെ തന്നാൽ, നമ്മുടെ ഗ്രാമത്തിൽ സാധാരണമായിട്ട് വാഴ വയ്ക്കുന്നതായ സമയത്ത് നമുക്കറിയാം, വാഴ കുലച്ച് അത് പഴമായി മാറുവാൻ ഇടയാകും. എന്താണ് ചെയ്യുന്നത്? ഒരു വാഴ കുലച്ച് വാഴപ്പഴമുണ്ടാകുമ്പോൾ അതിന് പടലുകളുണ്ട്. ഓരോരോ പടലുകളിൽ 10 ഉണ്ടായിരിക്കാം, 14 ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 10 ആയിരിക്കാം, 15 ആയിരിക്കാം. സാധാരണപ്പെട്ട നമ്മൾ എന്തു ചെയ്യുമായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തു ചെയ്യുമെന്ന്? ഒരു വാഴ കുലച്ച് കുലയുണ്ടായി അത് പഴുക്കുകയാണെങ്കിൽ മൊത്തം നമ്മൾ തന്നെ തിന്നുമായിരുന്നോ? ഒരു ദിവസം ഒരു പയ്യൻ അവരുടെ വസ്തുവിൽ ഒരു വാഴ കുലച്ചപ്പോൾ അത് നന്നായി വിളഞ്ഞ് പഴുക്കാനിടയായി. ഇവനെന്ത് ചെയ്തെന്നറിയാമോ? ആ കുല വെട്ടിയിട്ട്, ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ വസ്തുവിൽ വളർന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ തിന്നണമെന്ന് പറഞ്ഞ്, നിങ്ങൾ വിശ്വസിക്കുക, ഇത് കഥയല്ല, ഇത് നടന്നതായ സംഭവമാണ്. അവൻ മൊത്തം ഓരോരോ പടലുകളായിട്ട് തിന്ന് വയറ് വീർത്തു വന്നു.
ഈ വാഴപ്പഴമെല്ലാം കഴിച്ച് വയറ് വീർത്തപ്പോൾ അവന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്തുപറ്റി, ഈ വയറെന്തിനാണ് ഇങ്ങനെ വീർത്തു വന്നതെന്ന് ചോദിച്ചപ്പോൾ, ഈ വാഴപ്പഴം മുഴുവനും എൻ്റേതാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കുക ഇല്ല. ദയവചെയ്ത് കേൾക്കുക. നിങ്ങൾ വാഴക്കുല വെട്ടുകയാണെങ്കിൽ ആ കുല പഴുത്തതാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? എത്രത്തോളം നിങ്ങൾ കഴിക്കാൻ കഴിയും? എത്ര പഴം കഴിക്കും? ഗ്രാമക്കാരെന്താണ് ചെയ്യുന്നത്? ആ വാഴക്കുല പഴുത്തത് വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഓരോരോ പടല അടുത്തുള്ള വീട്ടുകാർക്ക്, അപ്പുറത്തുള്ള വീട്ടുകാർക്ക്, അയൽപക്കത്തുള്ളതായ വീട്ടുകാർക്കൊക്കെ അത് പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. ഒരു വലിയ മാവുണ്ടെന്നിരിക്കട്ടെ, അതിൽ നിറയെ നല്ല മാങ്ങ കായ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണമായിട്ട് എന്താണ് ചെയ്യുന്നത്? അത് വിളഞ്ഞാൽ ഉടനെ തന്നെ പറിച്ചെടുത്തിട്ട് അയൽപക്കത്തുള്ള അവിടെയും ഇവിടെയുമുള്ള വീട്ടുകാർക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. എന്നാൽ പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നതായ സ്വഭാവം ഉണ്ടോ? പങ്കുവയ്ക്കുന്ന സ്വഭാവമേ കാണില്ല. ഒരുപക്ഷെ അബദ്ധവശാൽ അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര തരാമോ ചോദിച്ചാൽ എന്താണ് പറയുന്നത്? അയ്യോ, ഇന്ന് രാവിലെയാണ് തീർന്നു പോയത്. എന്താണ് പറയുന്നത്? ഇന്നാണ് തീർന്നു പോയത്. പട്ടണങ്ങളിൽ പങ്കുവയ്ക്കുന്നതായ സ്വഭാവമുണ്ടോ? അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നു. ഈ വീട്ടിൽ ഏത് കറിയാണെന്ന് അയൽക്കാർക്കറിയില്ല, ആ വീട്ടിൽ ഏത് കറിയാണെന്ന് ഇപ്പുറത്തുകാർക്കറിയില്ല. നമ്മുടെ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണ്? ആ ഗ്രാമങ്ങളിൽ കാണുന്ന ആളുകളുടെ സ്വഭാവം, അവരുടെ വ്യക്തിത്വം, അത് മലിനമില്ലാത്തതായ സ്വഭാവമാണ്. പ്രിയ സഹോദര സഹോദരി, ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വ്യക്തിത്വം അത് പങ്കുവയ്ക്കുന്ന സ്വഭാവമാണ്. നീ എത്രത്തോളം പങ്കുവയ്ക്കുന്നുവോ അത്രത്തോളം നീ അനുഗ്രഹിക്കപ്പെടും, അത്രത്തോളം സമൃദ്ധി ഉണ്ടാകും എന്നുള്ള വാസ്തവത്തെ മറന്നുപോകരുതെന്ന കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. റൈറ്റ്, നമുക്ക് മുൻപോട്ട് പോകാം. ഗലീലിയ സമുദ്രത്തിന്റെ സ്വഭാവം എന്താണ്? പങ്കുവയ്ക്കുന്ന സ്വഭാവം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അനേകായിരം ആളുകൾക്ക് ഗലീലിയ സമുദ്രം ഒരു അനുഗ്രഹമായിട്ട്, സഹായകരമായിട്ട്, അനേകർക്ക് ജീവനോപാധിയായിട്ടും ആ സമുദ്രം നിലനിൽക്കുന്നു. മറുവശത്തുള്ളതായ ചാവുകടൽ അത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു തുള്ളി പോലും എവിടേക്കും പങ്കുവെച്ച് കൊടുക്കുന്നില്ല. പങ്കുവെച്ച് കൊടുക്കാത്തതായ സമുദ്രത്തിന് ചാവുകടൽ എന്ന പേരാണ് ഇട്ടത്. പങ്കുവയ്ക്കുന്നതായ സമുദ്രത്തിന് ഗലീലിയ സമുദ്രമെന്നും പേരിട്ടു. അതുമാത്രമല്ല, ആ സമുദ്രത്തിന് ചുറ്റുമുള്ള ആളുകൾ അവരുടെ ദേശത്തിന് പേരിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ഞങ്ങളുടെ സമുദ്രമാണ്, ഞങ്ങളുടെ സമുദ്രമാണ്, ഞങ്ങളുടെ സമുദ്രമാണ്. എന്തുകൊണ്ടാണ്? പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു വ്യക്തി പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പറയും, ഞങ്ങളുടെയാളാണ്, ഞങ്ങളുടെയാളാണ്, ഞങ്ങളുടെ ദേശക്കാരനാണ്. ശരിയല്ലയോ? നമ്മുടെ കാൽവരി ടെമ്പിളിൽ വരുന്ന പല മാതാപിതാക്കളും എന്ത് പറയുന്നതെന്നറിയാമോ? ഞങ്ങളുടെ പയ്യനാണ് സതീഷ് കുമാർ എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പ്രിയ സഹോദര സഹോദരി, പങ്കുവയ്ക്കുന്നതായ വ്യക്തിത്വം വാരി വിതറിയിട്ടും എന്താണ്? വർദ്ധിച്ചു വരുന്നതാണ്. അത് നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 11:24. ഒരുവൻ വാരി വിതറിയിട്ടും സമൃദ്ധി ഉണ്ടാകുന്നു, എന്നാൽ മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ, അതായത് ഇടുക്കമേ ഉണ്ടാകുന്നുള്ളൂ. വാരി വിതറിയിട്ടും സമൃദ്ധി ഉണ്ടാകുന്നവരുണ്ട്. കൊടുക്കേണ്ടിയിരിക്കുന്നതിനേക്കാൾ കുറച്ച് കൊടുത്തിട്ട് ഞെരുക്കത്തിലായിരിക്കുന്നതായ ആളുകളും ഉണ്ട്. സഹോദര സഹോദരി, ദൈവം എന്ത് പറഞ്ഞെന്നറിയാമോ? നീ കടം കൊടുക്കുന്നവനായിരിക്കും, അല്ലാതെ വാങ്ങില്ല. നിന്റെ കൈ ഏതു സമയത്തും കൊടുക്കുന്ന കൈ ആയിരിക്കണം. നിനക്ക് അല്പമേ ഉള്ളൂ എങ്കിലും അല്പത്തിൽ നിന്ന് നീ കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. സഹായിക്കുന്ന വ്യക്തിയായിത്തീരണം. സ്നേഹം കാണിക്കുന്ന വ്യക്തിയാകണം. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, അവൻ്റെ ലക്ഷണം. അതുമാത്രമല്ല, ഗലീലിയ സമുദ്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണമായിട്ട് നമ്മൾ ഒരു പട്ടണത്തിൻ്റെ ഉയരമാകട്ടെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സാധാരണമായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരിക്കും അതിൻ്റെ അളവ് കണക്കാക്കുന്നത്. എന്നാൽ ഗലീലിയ സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഏകദേശം 210 മീറ്റർ താഴ്ചയിൽ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 210 മീറ്റർ താഴ്ചയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമുദ്രം ആണ്. ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഗലീലിയ സമുദ്രത്തിൻ്റെ ആ ആഴം, അതായത് സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ആഴത്തെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. സമുദ്രത്തിൻ്റെ ആഴം ഏകദേശം 43 മീറ്ററാണ്. 43 മീറ്റർ പറയുമ്പോൾ ഏകദേശം 130 മുതൽ 140 അടി വരെയാണ് അതിൻ്റെ താഴ്ച. എന്നാൽ സമുദ്രത്തിൻ്റെ ലെവൽ നോക്കുമ്പോൾ അത് താഴ്ചയിലാണ് കിടക്കുന്നത്. എക്സാമ്പിൾ,
ഇത് സമുദ്രമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ മുകളിലാണോ താഴെയാണോ ഉള്ളത്? നിങ്ങൾ താഴെയാണുള്ളത്. എത്രത്തോളം താഴെയുണ്ട്? ഏകദേശം 6 അടി താഴെയാണുള്ളത്. അങ്ങനെ സമുദ്രനിരപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗലീലിയ സമുദ്രത്തിൻ്റെ തീരം 210 മീറ്റർ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും താഴ്ന്ന ഒരു ലെവലിൽ ഒരു സമുദ്രവും ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഇതിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ച പാഠം എന്താണെന്നറിയാമോ? സമുദ്രം എത്ര താഴ്ചയിലാണെങ്കിലും എത്ര ആഴത്തിൽ ആണെങ്കിലും എൻ്റെ കർത്താവ് ഉപയോഗിക്കാൻ മതിയായവനാണ്. അതുപോലെ തന്നെ നിന്റെ ജീവിതവും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നീ എത്ര താഴ്ന്നു കിടക്കുന്നവനാണെങ്കിലും എത്ര താഴ്ചയിലാണെങ്കിലും എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും ഉപയോഗിക്കുവാനും ഒരുക്കമായിരിക്കുന്നു. ലോകത്തിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഏറ്റവും താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്ന്ന നിരപ്പിൽ ആയിരിക്കുന്നതായ ഗലീലിയ സമുദ്രത്തെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി ഞങ്ങളുടെ കുടുംബം ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലാണ്. അങ്ങനെ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠാനുജത്തിമാർ 6 പേരുണ്ടായിരുന്നു. 4 ജ്യേഷ്ഠാനുജന്മാരുമുണ്ടായിരുന്നു. എല്ലാം കൂട്ടി 10 പേരാണ്. ഈ 10 പേരിൽ 9 പേരും ഞങ്ങളെക്കാൾ ഉന്നതമായ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാണ്. എൻ്റെ വല്യമ്മയാകട്ടെ, ചെറിയമ്മയായിക്കൊള്ളട്ടെ, അമ്മാവന്മാരായിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും ഞങ്ങളെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനത്തുള്ളവരാണ്. ഈ 10 പേരിലും ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ സതീഷ് കുമാറിൻ്റെ കുടുംബമാണ്. ദൈവം ഏതു കുടുംബത്തെ ഉപയോഗിച്ചു എന്നറിയാമോ? ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലായിരുന്നതായ കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എത്രത്തോളം ഉയർത്തിയെന്നും അനുഗ്രഹിച്ചുവെന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ ഇങ്ങനെ പറയുന്നവരുണ്ടോ? ഞാൻ താഴ്ന്ന സ്ഥിതിയിലാണ്, എൻ്റെ അനിയൻ നന്നായിട്ട് പഠിച്ചു, അനുജത്തെ നന്നായിട്ട് പഠിച്ചു, അവർ നല്ല ജോലികൾ ചെയ്യുന്നു, നല്ല സാമ്പത്തിക സ്ഥിതിയാണ്, എൻ്റെ അവസ്ഥ മാത്രം വളരെ മോശം, എൻ്റെ കുടുംബസ്ഥിതി വളരെ മോശമാണ് എന്ന് പറഞ്ഞ് നിങ്ങളിൽ ആരെങ്കിലും നിരാശപ്പെടുന്ന ആളുകളുണ്ടോ? ദുഃഖിക്കുന്നതായ ആളുകളുണ്ടോ? എൻ്റെ അമ്മയുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ആ 10 സഹോദരന്മാരിൽ വച്ച് നോക്കുമ്പോൾ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഈ 10 പേരിലും വെച്ച് എൻ്റെ അമ്മയാണ്. അതാണ് മഹത്വം. അമ്മമാരെ കേൾക്കുന്നുണ്ടോ? മീ ജ്യേഷ്ഠാനുജന്മാരിൽ, സഹോദരിമാരിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ ഇവരെല്ലാവരും സാമ്പത്തികമായി നല്ല മെച്ചമുള്ളവരായിരിക്കാം, ഒരുപാട് സമ്പത്തുള്ളവരായിരിക്കാം. എന്നാൽ ഒരുപക്ഷെ നീ സകലതും നഷ്ടപ്പെടുത്തിയ വ്യക്തിയാകുന്നുവെങ്കിൽ, സഹോദരി കേൾക്കുക, എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ നീ വീഴുകയാണെങ്കിൽ ആ കർത്താവ് തന്നെ എന്താണ് ചെയ്യുന്നത്? നീ നനയ്ക്കുന്നതിനേക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുപോകും. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളിൽ നിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ളവരാണോ? അവർക്കെല്ലാവർക്കും സ്വന്തം ഭവനമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാർക്ക്, സഹോദരങ്ങൾക്കെല്ലാം സ്വന്തം വീടും വസ്തുക്കളും ഒക്കെയുണ്ട്. എൻ്റെ സ്ഥിതി വളരെ മോശമാണ്, വളരെ താഴ്ന്ന നിലയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറയുന്ന ആരെങ്കിലുമുണ്ടോ? എന്നാൽ എൻ്റെ കർത്താവ് ലീസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നവനാണ് എന്ന വിഷയം നിനക്കറിയാമോ? ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ധനവാന്മാരെ ലജ്ജിപ്പിക്കുവാനായി എൻ്റെ ദൈവം ദരിദ്രനെ തിരഞ്ഞെടുക്കുന്നു. ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാനായി ദൈവം എന്തു ചെയ്യും? ബലഹീനതയുള്ളവരെ തിരഞ്ഞെടുക്കും. ഈ ദിവസം നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഞാൻ ബലഹീനനാണ്, ഞാൻ ദരിദ്രനാണ്, ധനമില്ലാത്തവനാണെന്ന് പറയുന്നെങ്കിൽ നിനക്കൊരു ശുഭവാർത്ത. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന് നിന്നെപ്പോലെയുള്ളവരെയാണ് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി ഏത് സമയത്തും സമ്പന്നതയിലുള്ളവരുടെ മേൽ അല്ല, ദീനസ്ഥിതിയിലായിരിക്കുന്ന ആളുകളുടെ മേലാണ് കർത്താവിൻ്റെ കണ്ണുകളുള്ളത്. ഈ വിഷയത്തെ മറന്നുപോകരുത്. യേശുവേ, 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 എന്നോട് നീ സംസാരിച്ചല്ലോ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ
യഥാർത്ഥ അത്ഭുതം ഏതാണെന്ന് വെച്ചാൽ നിന്നെ അറിഞ്ഞതാണ്, നിന്നെ കണ്ടുമുട്ടിയതാണ്, നിന്നെ രക്ഷകനായി കൈക്കൊള്ളുന്നതാണ് മഹാ അത്ഭുതമായിരിക്കുന്നത്. കർത്താവ് രക്ഷയുടെ പ്രവൃത്തിയെ സമ്പൂർണമായും സമൃദ്ധിയായി ഞങ്ങളുടെ ഗൃഹങ്ങളിൽ ചെയ്യണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്നതായ സകല കുടുംബങ്ങൾക്കും രക്ഷ കൊടുക്കുമാറാകണമേ. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്കെന്തെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല എങ്കിലും നിന്റെ രാജ്യത്തിൽ ഞങ്ങൾ നിത്യവും ജീവിക്കാനുള്ള ഭാഗ്യം ഒരിക്കലും നഷ്ടമായി പോകുവാൻ പാടില്ല ദൈവമേ. രക്ഷകാ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉണർവിനെ നൽകണമേ. വചനത്തെ അനുസരിക്കുന്ന ജീവിതം നൽകണമേ. വാക്യവുമായി ചേർന്നു നിൽക്കുന്ന കുടുംബങ്ങളായി മാറ്റണമേ. വചനം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമെന്ന് ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.